നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്കോളയ്ക്കെതിരെ അർജൻറ്റീന ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ജയിച്ചല്ലോ. ആ കളിയിൽ ലിയോ മെസ്സി ഗോളടിച്ചു, ലൗട്രോയും ഗോളടിച്ചു. ലൗട്രോയുടെ അസിസ്റ്റിൽ നിന്ന് ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് ലൗട്രോ. ഇങ്ങനെയാണ് സംഭവിച്ചത്. ആദ്യ ഗോൾ ലൗട്രോയുടെ വക, രണ്ടാമത്തെ ഗോൾ ലിയോയുടെ വക. ഇതോടുകൂടി ഇപ്പോൾ അർജൻറ്റീൻ ഫുട്ബോളിലെ ഗോളടിയുടെ കാര്യത്തിൽ ലൗട്രോ മാർട്ടിനസ് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ഹെർനാൻ ക്രെസ്പോയെ മറികടന്നിരിക്കുന്നു. ഇന്നലത്തെ കളിയിൽ മികച്ച പ്രകടനം തന്നെയാണ് ലൗട്രോയുടെ ഭാഗത്ത് നിന്ന് വന്നത്. 1 ഗോൾ അദ്ദേഹം അടിച്ചു, കൂടാതെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. 2 ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു, 2 കീ പാസുകൾ കൊടുത്തു. 26 പാസുകൾ 23 ലക്ഷ്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ 88% സക്സസ് റേറ്റാണ്. ദെൻ 3 ഡുവൽസ് നടത്തി, 3ഉം അദ്ദേഹം വിൻ ചെയ്തു. സോ 8.8 ആയിരുന്നു അദ്ദേഹത്തിന് sofascore.com കൊടുത്ത റേറ്റിംഗ്. അത് ഇന്നലത്തെ കളിയുടെ കാര്യം. ഇനി അർജൻറ്റീനയുടെ ഇതിഹാസ താരങ്ങളുടെ ലിസ്റ്റിലാണ് ലൗട്രോ മാർട്ടിനസിന് സ്ഥാനമെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അർജൻറ്റീൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ സാക്ഷാൽ ഡിയേഗോ മറഡോണയൊക്കെ അദ്ദേഹം നേരത്തെ മറികടന്നിട്ടുണ്ട്. ഇപ്പോൾ ഹെർനാൻ ക്രെസ്പോയെ മറികടന്നിരിക്കുന്നു. ഇനി മുന്നിലുള്ളത് സെർജിയോ അഗ്യൂറോയും ഗാബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയും പിന്നെ ലിയോ മെസ്സിയുമാണ്. അർജൻറ്റീനയ്ക്കായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത് ലിയോ മെസ്സിയാണ്, 115 ഗോളുകൾ. രണ്ടാമത് ഗാബ്രിയൽ ബാറ്റിസ്റ്റൂട്ട 54 ഗോളുകൾ. മൂന്നാമത് സെർജിയോ അഗ്യൂറോ 41 ഗോളുകൾ. 4ാം സ്ഥാനത്തേക്ക് ഇതാ ഹെർനാൻ ക്രെസ്പോയെ മറികടന്നുകൊണ്ട് ലൗട്രോ എത്തുന്നു. 36 ഗോളുകളാണ് ലൗട്രോയുടെ വക. 35 ഗോളുകളുള്ള ഹെർനാൻ ക്രെസ്പോ ഇപ്പോൾ 5ാം സ്ഥാനത്തായിട്ടുണ്ട്. എന്തായാലും ഒരു പടി കൂടി മുന്നോട്ട്. ഇനി അധികം വൈകാതെ തന്നെ സെർജിയോ അഗ്യൂറോയുടെ ആ കണക്കൊക്കെ അധികം മറികടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ലൗട്രോ അർജൻറ്റീനയിൽ ഇതിഹാസമായി മാറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.